ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ടപ്പോൾ പ്രിയ വിളിക്കായിരുന്നു ഹിറേ പോയ ഹച്ചത്. എടി പ്രിയ എങ്ങനെയുണ്ട്? ആ ശരിയുണ്ട് നീ വന്നുടി വാ. പറ്റി പ്രിൻസിപ്പൾ എന്തിനാണ് സ്കൂൾക്ക് വന്നത്? എടി കോളേജ് സ്കൂൾ അടുത്തല്ലേ? അതെ. ഇപ്പം പ്രിൻസിപ്പൾ സ്കൂളിലുള്ളത്, കോളേജിലല്ല ഉള്ളത് എന്നെ പറയായിരുന്നു. എന്തിട്ട് ഇങ്ങനെ പറയണേ? ഇല്ലടി വാ എന്ന് പറയായിരുന്നു. സ്കൂൾക്ക് പോയായിരുന്നു. സ്കൂളിൽ അവിടെ പ്രിൻസിപ്പളോട് കണ്ണടി വെച്ച് പ്രിൻസിപ്പളോട് ഇന്ന് സംസാരിക്കായിരുന്നു. പ്രിൻസിപ്പൾ ശരി ഓക്കെ നിങ്ങളെ നോക്കിക്കോ എന്നെ പറഞ്ഞ് പ്രിൻസിപ്പൾ വഴക്ക് പറയായിരുന്നു. പ്രിൻസിപ്പൾ പറയായിരുന്നു അവിടെ. പ്രിൻസിപ്പൾ ഓക്കായിരുന്നു സ്കൂൾ വന്നിട്ട്. അവിടെ പിന്നെ ഒരു പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു. പ്രിൻസിപ്പളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ജോണിയെ സംസാരിച്ചാണ് സ്കിമി സർ കമ്മിങ് എന്ന് പറയായിരുന്നു. രണ്ടുപേരും അകത്ത് വന്നായിരുന്നു. പിന്നെ പ്രിയ വഴിയിലിരുന്ന് കാക്ക തുടങ്ങിയായിരുന്നു. ഹായ് സാർ, ഇവളാണ് ഇവിടെ ജോയിൻ ചെയ്ത് വന്നത്. എല്ലാം നോക്കിയായിരുന്നു. പ്രിൻസിപ്പൾ എല്ലാം നോക്കിയായിരുന്നു. അതെ അവിടുത്തെ പ്രിൻസിപ്പൾ നോക്കിയായിരുന്നു. ശരി ഓക്കെ അങ്ങനെയായിട്ട് പ്രിൻസിപ്പളോട് ഇന്ന് സംസാരിക്കായിരുന്നു. ശരി ഓക്കെ അങ്ങനെയായിട്ട് നിങ്ങൾ പോയിട്ട് കോളേജിൽ പോകുമെന്ന് പറയായിരുന്നു. കോളേജിലേക്ക് പോകാൻ പറയായിരുന്നു. പ്രിൻസിപ്പൾ പറയായിരുന്നു. അവിടെ ഒരു രണ്ട് പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു. അതിൽ കിങ് പ്രിൻസിപ്പൾ പറയായിരുന്നു നിങ്ങൾ പോയിക്കോ എന്ന് പറയായിരുന്നു. അതെ പ്രിൻസിപ്പൾ അല്ലായിരുന്നു, അത് വീൻ്റെ ഡാഡി ആയിരുന്നു. വീൻ്റെ ഡാഡി ബിസിനസ് മാൻ അവിടെ ഇരുന്നിട്ട്. പിന്നെ ഒരു പ്രിൻസിപ്പൾ പറയുന്നത് അത് പാർക്കാണ് പ്രിൻസിപ്പൾ. രണ്ട് പ്രിൻസിപ്പൾ അവിടെ ഇരുന്ന് സംസാരിക്കായിരുന്നു. പ്രിൻസിപ്പളിൻ്റെ വൈഫാണുള്ളത്. രണ്ടുപേർ ഗേൾസാണുണ്ടത്. അവിടെ ഗേൾസാണ്. അവർ രണ്ടുപേരും ലീവ് എടുത്തായിരുന്നു. ഇപ്പം രണ്ടുപേരാണ് രണ്ടുപേരും ലീവ് എടുത്തായിരുന്നു. അവർ ഭയങ്കര ടെൻഷനായിരുന്നു. അവർ രണ്ടുപേരും വൈഫ് ലീവ് എടുത്താൽ രണ്ടുപേരും വൈഫാണ് കോളേജ് സ്കൂൾ റൺ ചെയ്യുന്നതാണ്. അവനെ കൊണ്ട് ശരി ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിട്ട് കോളേജിൽ പോകും അങ്ങനെയായിട്ട് പ്രിൻസിപ്പൾ വിളിച്ചായിരുന്നു. വാ കോളേജിൽ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ കോളേജിൽ വിളിച്ചോണ്ട് പോയായിരുന്നു. പ്രിൻസിപ്പൾ അവിടെ ചെയറിലിരുന്നായിരുന്നു. ഇരുന്നിട്ട് ശരി ഓക്കെ ഫുള്ള് സർട്ടിഫിക്കറ്റെല്ലാം നോക്കിയായിരുന്നു. ശരി ഓക്കെ പേര് നല്ല പേരാ പൂജ. ഓക്കെ 24 വയസ്സ്. നീ കോളേജ് ഫസ്റ്റ് ഇയർക്ക് ജോയിൻ ചെയ്ത്. എന്താ സാർ പറയുന്നത്? അതെമ്മാ കോളേജ് ഫസ്റ്റ് ഇയറിൽ പഠിപ്പിക്കുക എന്ന് പറയായിരുന്നു. ശരി സാർ ശരി ഓക്കെ ഏത് കോളേജ് ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കായിരുന്നു. അങ്ങനായിട്ട് ഇപ്പം നമുക്ക് വീണ്ടും എൻട്രി നല്ല കാർ വന്നവർ ബ്ലാക്ക് കാർ. എല്ലാ ഗേൾസ് നോക്കുമായിരുന്നു. ഒരു ബ്ലാക്ക് കാർ വന്നായിരുന്നു. കാറിൽ കുറച്ച് ബോഡി ഗാർഡ് പറഞ്ഞ കാറിൻ്റെ ഡോർ തുറന്ന് അതിന് നല്ല സ്റ്റൈലായിട്ട് ഇറങ്ങിയിട്ട് വരാൻ തുടങ്ങിയായിരുന്നു. എല്ലാ ഗേൾസ് വായി പളന്ന് നോക്കായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇനിയൊരു രണ്ട് കാർ വന്നായിരുന്നു. വന്നത് ഒരു പറഞ്ഞ ഒരു ബ്ലൂ കാറാണ്. ബ്ലാക്ക് കാർ വന്നു. ബ്ലാക്ക് കാറിൽ നമ്മൾ ജങ്കുക്ക് ഇറങ്ങി. പിന്നെ റെഡ് കാറിൽ അങ്ങനെ വന്നവർ 3 പേർ വന്നായിരുന്നു. സ്റ്റൈലായിട്ട് വരായിരുന്നു. ബാക്കി ഗേൾസെല്ലാം ചുള്ളു വിട്ട് നോക്കാൻ തുടങ്ങിയായിരുന്നു. പറയായിരുന്നു എന്താടാ ഇങ്ങനെ നോക്കുന്നേ? എല്ലാടാ നമ്മൾ സ്റ്റൈലായിട്ടുണ്ട് അതുകൊണ്ടാവും. 3 പേര് ഡ്രൈവർ ശരി സാർ സെക്യൂരിറ്റി മതി അവരെല്ലാം ശരി സാർ നിങ്ങൾ പോയിക്കോന്ന് പറയുന്നത്. ഡ്രൈവർ ഞങ്ങൾ കോൾ ചെയ്തിട്ട് പറയാം നിങ്ങൾ വന്നാൽ മതി എന്ന് പറയാമായിരുന്നു. ഡ്രൈവറെല്ലാം 3 ഡ്രൈവർ അവിടെ നിന്ന് പോയായിരുന്നു. ചെക്ക് പറഞ്ഞു പോയായിരുന്നു. എല്ലാ ഗേൾസും ഓർമ്മ വാവ് ഹാൻസമായിട്ടുണ്ടല്ലേ എങ്ങനെ ഇങ്ങനെ പറയായിരുന്നു. അങ്ങനെയായിട്ട് അവർ കോളേജ് അകത്ത് പോയായിരുന്നു. അങ്ങനെയായിട്ട് അകത്ത് പോയിട്ട് ഇരുന്നായിരുന്നു. അങ്ങനെയായിട്ട് ഇരുന്നിട്ട് അവർ ബാഗെല്ലാം വെച്ചിട്ട് അവർ വെളിയിൽ വന്നിട്ട് എല്ലാവരും നോക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് എല്ലാം നോക്കുമ്പോൾ അവിടെ കുറച്ച് റാഗിങ്ങെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ 3 പേര് അവർക്ക് സീനിയേഴ്സ് കുറച്ച് പേടിയായിരുന്നു. അതിലൊരു സീനിയർ വീനെ വിളിച്ചു. 3 പേര് കണ്ടിട്ട് വിളിച്ചായിരുന്നു. വേണ്ടത് അത് ഇത് അങ്ങനെ പറയായിരുന്നു. കേട്ടായിരുന്നു എന്താടാ എന്ന് കേൾക്കായിരുന്നു. അങ്ങനെ സീനിയർ റിയാക്ട് ചെയ്ത് തുടങ്ങിയായിരുന്നു. വീക്ക് ടെൻഷനായിരുന്നു. വീണ് ചങ്കുക്ക് പറയുന്ന സമാധാനമാക്കാൻ തുടങ്ങിയാണ്. വീക്ക് ടെൻഷനായി ഒരു കുത്തിയായിരുന്നു. അവൻ തെറിച്ച് അങ്ങോട്ട് വീണ് പേടി സീനിയറിൻ്റെ മൂക്കിൽ ബ്ലഡ് വന്ന് അവർക്ക് മയങ്ങി വീണായിരുന്നു. ഇനിമേലെ എന്നെ വിളിച്ച് റിയാക്ട് ചെയ്ത് ഞാൻ വാക്കി വെക്കാം എന്ന് പറഞ്ഞ ഒരു ടെറർ ദിവസമായി മറട്ടിട്ട് അവിടെ നിന്ന് പോയായിരുന്നു. അങ്ങനെ സീനിയർക്ക് കുറച്ച് പേടിയായിരുന്നു. അങ്ങനെ ഡാഡി പറയും വീക്കിനെ മറട്ടിയാണ്. പറഞ്ഞു എൻ്റെ റാഗിങ് ചെയ്താൽ വിടാല്ല അത് മറട്ടി പറഞ്ഞു. ഡാഡി ശരിടാ പോടാ എന്ന് പറഞ്ഞ് സമാധാനമാക്കി ഡാഡി അയച്ചായിരുന്നു. അങ്ങനെയായിട്ട് കോളേജൊക്കെ ഇപ്പോൾ ടീച്ചർ വരാൻ പോകുന്നു എന്ന് കുറച്ച് ബോയ്സ് ഗേൾസ് എല്ലാം പറയായിരുന്നു. അങ്ങനെ ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഇതാണ് പൂജ, നിങ്ങളുടെ ക്ലാസ് ടീച്ചറാണ്. ഓക്കെ നിങ്ങളെ എൻട്രി നിങ്ങളുടെ പേരെല്ലാം പറഞ്ഞോ എന്ന് പറയായിരുന്നു. അങ്ങനെ ഓരോന്ന് പറയായിരുന്നു. അങ്ങനെ വീനെ കേൾക്കായിരുന്നു. എൻ്റെ പേര് മിഠായാം, ആരുടെ ഷോർട്ട് നെയിം എന്ന് പറഞ്ഞ് ഇരുന്നായിരുന്നു. ഇവനക്ക് എന്ത് പറ്റി എന്നൊരു ഹീറോയെ നോക്കാം. ഹായ് മാം എൻ്റെ പേര് പാക് ജിമ്മി. ഇനി ജിമ്മി എന്ന് പറയുന്നത് ജിമ്മിന്. മാം നീ ക്യൂട്ടായിട്ടുണ്ട് എന്നെ ജിമ്മിന് പറയാറുണ്ട്. ജിമ്മിനൊക്കെ മുറക്കായിരുന്നു. അയ്യോ എന്ന് പറയുന്നത്.
ജങ്കുക്ക് പറയായിരുന്നു, ഹായ് മാം, എൻ്റെ പേര് ജിയാൻ ജങ്കുക്ക്, എന്നെ ജങ്കുക്ക് വിളിക്കാൻ നിങ്ങൾ കുക്ക് ചെയ്യാൻ വിളിച്ചോ എന്നെ ജങ്കുക്ക് പറയായിരുന്നു. ജങ്കുക്ക് അവിടെ ഇരുന്നായിരുന്നു. അങ്ങനെ കണ്ട് എല്ലാ ഗേൾസും ആ ഒരു നെയിമിൽ നന്നായിട്ടുണ്ട് എല്ലാ ഗേൾസ് പറഞ്ഞത്, എല്ലാ ഗേൾസ് അങ്ങനെ പേര് പറഞ്ഞായിരുന്നു. അങ്ങനെ ജിമ്മിൻ കേൾക്കാറില്ല, മാം എന്താ ജിമ്മിൻ, ആ മാം നിങ്ങൾ കൊറിയൻ ഗേൾ അറിയില്ല, നിങ്ങൾ ഏത് കൺട്രി മാം എന്നെ ജിമ്മിൻ കേൾക്കാറില്ല. ആ ഇന്ത്യ. ഇന്ത്യനാ? ആ മാം ഞാൻ കേട്ടിരുന്നു മാം, ഇന്ത്യയിലെവിടെ? കേരളത്തിൽ പറയായിരുന്നു. ഓ മാം, മാം സ്വീറ്റ് വോയിസ് മാം എന്നെ ജിമ്മിന് റേറ്റ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ജിമ്മിന് കണ്ട് ഹീറോ ശരി ഓക്കെ ഞാൻ പഠിക്കുന്നതല്ലേ, നല്ല പഠിക്കണം, നല്ല പഠിച്ച മാത്രം അങ്ങനെ ഹീറോ ക്ലാസ് എടുക്കാൻ തുടങ്ങിയായിരുന്നു. ക്ലാസ് ഇനി ഫസ്റ്റ് ക്ലാസ് നിങ്ങൾ എല്ലാ പേര് പറഞ്ഞു. ഇന്ന് ക്ലാസ് സ്റ്റാർട്ടായിരുന്നു. ക്ലാസ്സിൽ എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ തുടങ്ങിയായിരുന്നു. നന്നായിട്ട് പഠിക്കുന്നു. അങ്ങനെയാണ് അതിലൊരു പെണ്ണുക്ക് വീമല ഒരു കണ്ണ് വന്നായിരുന്നു. വീനെ പിടിച്ചിരുന്ന ആളുകൾക്ക് പിന്നെ ബാക്കി രണ്ട് ഗേൾസുക്കും 3 പേര് ഫ്രണ്ട്സ് അത് മതി, 3 ഗേൾസുക്കും 3 പേരെ മേലെ കണ്ണ് വന്നായിരുന്നു. അവരെ കണ്ടിക്കുന്നില്ല, ജങ്കോ ജിമ്മിനോ കണ്ടിക്കാതിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് എടുത്തിട്ട് ഹീറോ അവിടെ നിന്ന് പോയിരുന്നു. നെക്സ്റ്റ് ക്ലാസ്, ഹായ് സ്റ്റുഡൻസ്, ഐ എം ഓൾഡ് വെൽ ഐം സം ജിൻ. എന്നെ ജിന്നു വന്നായിരുന്നു. ജിന്നു വന്നായിരുന്നു. ജിന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങിയത്. ഞാൻ ഫിസിക്സ് ടീച്ചറാണ് എന്നെ പറയുന്നു ജിന്ന്. നമ്മളെ ഹീറോ പറഞ്ഞ ഇംഗ്ലീഷ് ടീച്ചർ എന്നവർ പോയിരുന്നു. അങ്ങനായിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടീച്ചർ എത്താൻ, ഹായ് എൻ്റെ പേര് ദിയ, ഞാൻ നിങ്ങളെ ക്ലാസ് ടീച്ചർ. ക്ലാസ് എടുത്ത് ദിയാനെ കണ്ടിട്ട് ഒരാൾക്ക് ഭയങ്കര ദിയാനെ ഇഷ്ടപ്പെട്ടായിരുന്നു. അത് ചൊല്ലുവിടായിരുന്നു. മണ്ടക്ക് അടിച്ചാണ്, എന്തടാ ചൊല്ലുവിടുന്ന? ഇല്ലടാ എനിക്ക് പിടിച്ചിനി എന്ന് സൈറ്റ് അടിക്കാതെ ദിയാനെ കണ്ടിട്ട് ജിമ്മിന് ഭയങ്കര സൈറ്റ് അടിച്ച് ജിമ്മിനെ കണ്ടിട്ട് എന്തപ്പാ എന്ന് പറയാം. എല്ലാവരുടെ പേരും പറയായിരുന്നു. ജിമ്മിൻ, എന്നാ മാം, എന്ത് പറ്റിയില്ല, നിൻ്റെ വീട്ടിൽ എന്ത് പറ്റി? ഒന്നുമില്ല മാം, എന്തോ തിന്നാന്ന് കേൾക്കായിരുന്നു. ഇല്ല മാം, ജങ്കുക്ക് ചീ എന്ന് പറഞ്ഞ് ജങ്കുക്ക് പറയായിരുന്നു. അങ്ങനെ ജങ്കുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളെ പിന്നെ ഒരു ഗേൾ വന്നായിരുന്നു. പ്രിയ എന്നെ കണ്ട് ജങ്കു കണ്ടു കാടായിരുന്നായിരുന്നു. എന്നെ കണ്ട് ജങ്കു ഫുൾ ആക്റ്റീവ്